ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് പള്ളിയിൽ കയറി ഒരു ഭാഗത്ത് ഇരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. മനസ്സിലാക്കേണ്ടത്, ആർത്തവ സമയത്ത് സ്ത്രീകൾ പള്ളിയിൽ കയറിയിരിക്കാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര്, അതേപോലെ തന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ ഉമ്മമാർ, അവരൊക്കെ നബിയുടെ കൂടെ പള്ളിയിൽ ഇഴ്തികാഫിരിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ. അവരൊക്കെ പള്ളിയിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പ്രത്യേകം ചില ടെന്റുകൾ കെട്ടി പള്ളിയിൽ ഇരിക്കാറുണ്ടായിരുന്നു അവസാനത്തെ പത്തൊക്കെ ആകുന്ന സമയത്ത് എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ്. അപ്പോ അവരുടെ കൂട്ടത്തിൽ ഇസ്തിഹാലത്ത് എന്ന് പറയുന്ന, അഥവാ രോഗകാരണമായി പിരീഡ് കഴിഞ്ഞതിന് ശേഷവും, അഥവാ പിരീഡിന്റെ സമയത്തല്ലാതെയും രക്തസ്രാവം ഉണ്ടാകുന്ന സ്ത്രീകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ അവർ അത് തിരിച്ചറിയാൻ വേണ്ടി വെള്ളത്തിൽ ഒരു ചെറിയ പാത്രം വെച്ച്, നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ഈ കുട്ടികളൊക്കെ തൊട്ടിലിന്റെ അടിയിൽ വെച്ച് കൊടുക്കുന്ന പാത്രങ്ങൾ ഉണ്ടല്ലോ, ഇതുപോലുള്ള പാത്രങ്ങളിൽ ഇരുന്ന് എന്നിട്ടത് ഹൈദ് രക്തമല്ല എന്ന് ബോധ്യപ്പെടാറുണ്ടായിരുന്നു. എന്നിട്ട് അവർ അവിടെ തന്നെ തുടരുകയും ഹൈദ് രക്തമാണ് എന്ന് മനസ്സിലാക്കിയാൽ അവർ അതിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ശാരീരികമായിട്ടുള്ള ചില അവസ്ഥകളും അശുദ്ധികളും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയതുകൊണ്ട് തന്നെ അവന്റെ ദീനിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു, അതിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ ആഗ്രഹവും ഇഷ്ടവും അതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ചില പ്രയാസങ്ങളാണെങ്കിൽ തീർച്ചയായും നമുക്കതിന്റെ പ്രതിഫലം ലഭിക്കും എന്ന ബോധത്തോടു കൂടി തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും വിട്ടുനിൽക്കേണ്ടതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നതാണ് ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് മതപരമായ ഒരു ബാധ്യത കൂടെയായി നമ്മൾ മനസ്സിലാക്കണം എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാഹു അഅലം. അതുകൊണ്ട് പള്ളിയിൽ കയറി ഇരിക്കുക എന്നത് ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയായിരിക്കും, അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും ദിക്റുകൾക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും. അതൊക്കെ ഒഴിവാക്കുക തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു അഅലം.